കണ്ണൂർ ജില്ലയിൽ വർഗീയ ശക്തികളോട് സൗഹാർദ്ദ നിലപാട് സ്വീകരിക്കുന്ന പോലീസ് സിപിഐഎമ്മിനെതിരെ എല്ലാ നിയമപരിധിയും വിട്ട് പെരുമാറുന്നതായി പരാതി. ജില്ലയിൽ വിവിധ പ്രദേശങ്ങളിൽ RSS നടത്തിവരുന്ന ആക്രമണങ്ങളെ പോലീസ് അവഗണിക്കുകയാണെന്നും ജില്ലാ സെക്രട്ടറി പി ജയരാജൻ അടക്കമുള്ള സിപിഐഎം നേതാക്കൾ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. അതേസമയം ചക്കരയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ RSS സെൽ പ്രവർത്തിക്കുകയാണെന്നും സിപിഐഎം ജില്ലാ സെക്രട്ടറി പി ജയരാജൻ പറഞ്ഞു. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പക്ഷപാതപരമായ നിലപാട് സ്വീകരിക്കുന്ന നടപടിക്കെതിരെയാണ് CPM നേതൃത്വം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. അതേസമയം RSS അടക്കമുള്ള വർഗീയ ശക്തികളോട് പോലീസ് സൗഹാർദ്ദപരമായ നിലപാട് സ്വീകരിക്കുകയും നിസ്സാര കേസുകൾ മാത്രം ചുമത്തുന്നതായും പരാതിയുണ്ട്. പോലൂർ പ്രദേശത്ത് RSS മുസ്ലിം കുടുംബങ്ങൾക്ക് ഇപ്പോഴും ഉപരോധം ഏർപ്പെടുത്തുകയാണ്. പോലീസ് ഇതിന് കൂട്ടുനിൽക്കുന്നു. പെരിങ്ങോം സ്റ്റേഷൻ പരിധിയിൽ വിവിധ സ്ഥലങ്ങളിൽ CPM പ്രവർത്തകർക്കും സ്ഥാപനങ്ങൾക്കും നേരെ RSS നേതൃത്വം തുടർച്ചയായി ആക്രമണം നടത്തി. പെരിങ്ങോം പോലീസ് കേസിൽ അറസ്റ്റ് ചെയ്ത പ്രതികളെ വിട്ടയച്ചു. ജനുവരി 2-ന് കാങ്കോൽ ആലക്കാട് RSS പ്രവർത്തകന്റെ വീട്ടിൽ ബോംബ് സ്ഫോടനം നടന്നു. റെയ്ഡിൽ ബോംബുകൾ കണ്ടെത്തി. ഇതുവരെ അറസ്റ്റുണ്ടായില്ല. CPM ലോക്കൽ കമ്മിറ്റി അംഗം രമേശിനെ ബൈക്കിലെത്തിയ ആക്രമി സംഘം ഭീഷണിപ്പെടുത്തി. തലവിൽ CPM പ്രവർത്തകർ മാരകമായി ആക്രമിക്കപ്പെട്ടു. ഇരുവേരിയിൽ CPM പ്രവർത്തകന്റെ വീട് BJP പ്രവർത്തകർ തകർത്തു. CPM പ്രവർത്തകൻ പ്രേമന്റെ ഭാര്യയ്ക്കും ഗർഭിണിയായ മകൾക്കും മാരകമായ പരിക്കേറ്റ് ആശുപത്രിയിലായി. ഇതുവരെ പോലീസ് നടപടി ഉണ്ടായില്ല. ഐവർകുളത്ത് BJP ഹർത്താൽ ദിനം CPM ലോക്കൽ കമ്മിറ്റി അംഗം സുനീഷ് അടക്കം 3 പേരെ RSS സംഘം ആക്രമിച്ചു. ചക്കരക്കൽ പോലീസ് നടപടി സ്വീകരിച്ചില്ല. എന്നാൽ CPM നേതാവ് ഉൾപ്പെടെ 11 പേർക്കെതിരെ 308 വകുപ്പ് ഉൾപ്പെടുത്തി കേസെടുത്തു. പെർലശ്ശേരിയിലും ആഡൂരിലും RSS പ്രവർത്തകർ നടത്തിയ ബോംബാക്രമണത്തിൽ രക്തസാക്ഷി KV സുധീഷിന്റെ പിതാവിനടക്കം പരിക്കേറ്റു. പോലീസിന്റെ പക്ഷപാതിത്വത്തിനെതിരെ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ച KK നാരായണൻ MLA-ക്കും 200 പ്രവർത്തകർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തു. പ്രതികളെ പിടിക്കാനെന്ന പേരിൽ പെർലശ്ശേരി കിലാലൂരിൽ പുലർച്ചെ നടത്തിയ പോലീസ് വേട്ടയിൽ വീടിനകത്തേക്ക് വെള്ളം ചീറ്റി 1.5 വയസ്സുകാരനും അമ്മൂമ്മയും ബോധരഹിതരായി ആശുപത്രിയിലായി. ജില്ലയിൽ ആക്രമണം തുടരുന്ന RSSന് പോലീസ് സംരക്ഷണം നൽകുകയാണെന്നും പരാതിയിൽ പറയുന്നു. അതേസമയം ഇന്ന് പുലർച്ചെ CPM മുഴപ്പാല ലോക്കൽ കമ്മിറ്റി ഓഫീസും തകർത്തിരിക്കുകയാണ്. അപ്പോൾ RSS നേതൃത്വം തീ കൊണ്ട് തലചൊറിയുകയാണ് എന്നവർ മനസ്സിലാക്കണം. അതിശക്തമായ പ്രതിരോധ പ്രവർത്തനം CPM-ൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. കേരളത്തിലെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ നയമനുസരിച്ചാണ് RSS പീഡന നയം പോലീസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ചക്കരക്കല്ല് പോലീസ് സ്റ്റേഷനിൽ RSSൻ്റെ ഒരു സെല്ല് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. CPM ജില്ലാ സെക്രട്ടറി പി ജയരാജൻ, MLA-മാരായ KK നാരായണൻ, C കൃഷ്ണൻ എന്നിവരും നേതാക്കൾ KK രാഗേഷ്, M പ്രകാശൻ മാസ്റ്റർ, ഭാസ്കരൻ മാസ്റ്റർ തുടങ്ങിയവരുമാണ് പരാതി നൽകിയത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.